വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ കണ്ണാടിയിൽ നോക്കി തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ വീഡിയോസ് വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ തലമുടി മുതൽ പാദം വരെയുള്ള നമ്മുടെ നഖം വരെയുള്ള പോർഷനിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. ഓരോ സ്ത്രീക്കും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും സിംറ്റംസ് ഉണ്ടാകുന്നത്. എന്തിന് ഫസ്റ്റ് പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല ഒരു സ്ത്രീക്ക് സെക്കൻഡ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് വൈവിധ്യമായിട്ടുള്ള ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. തുടക്കത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പീരിയഡ്സ് മിസ്സായതിനു ശേഷമോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് വന്നതിന് ശേഷമോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരിയഡ്സ് വരുന്നുണ്ടോ, പീരിയഡ്സിന്റെ സ്പോട്ടിംഗ് ആണോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആണോ ഉണ്ടാവുന്നത്, നോർമലി പോലെയുള്ള ബ്ലീഡിംഗ് ആണോ ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീക്ക് തലമുടിയിൽ സംഭവിക്കുന്ന മാറ്റത്തിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി തലമുടിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ തലമുടിയിൽ ആ ചേഞ്ചസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ മുടി ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തും നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രിനേറ്റൽ വിറ്റമിൻസ് ഒക്കെ എടുക്കാറുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ വിറ്റമിൻ മെഡിസിൻസ് എടുക്കുന്നതും അതുപോലെ തന്നെ പ്രഗ്നൻസി ആയി കഴിയുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ഇൻക്രീസ് ഉണ്ടാവാറുണ്ട്. പ്രഗ്നന്റ് ആകുമ്പോഴേക്കും സ്ത്രീ ശരീരത്തിൽ കൂടുന്ന ആൻഡ്രോജൻ ഹോർമോണും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ് നിങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഹെയർ ഫോൾ ഉണ്ടാവുന്നവർക്കും അല്ലെങ്കിൽ മുടിക്ക് നീട്ടം കുറവോ ഉള്ളു കുറവോ അനുഭവപ്പെടുന്നവർക്കൊക്കെ പ്രഗ്നൻസിയുടെ ഒരു തുടക്കം മുതൽ തന്നെ ആ ഹെയർ ഫോൾ ഒന്ന് നിൽക്കാനായിട്ട് തുടങ്ങും. കാരണം ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസും ഡെവലപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഹെയർ ഫോൾ ഒന്ന് കുറയും. അതുപോലെ തന്നെ മുടി തിക്കണാവാനായിട്ട് തുടങ്ങും. മുടിക്ക് കട്ടി ഉണ്ടാകും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ എങ്ങനെയാണോ ഗ്രോ ആകുന്നത് അതുപോലുള്ളൊരു വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നുണ്ടെങ്കിലും പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നോർമലി നമ്മൾ മുടി നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടില്ല എങ്കിൽ നോർമലി നമ്മുടെ ഹെയർ ഫോൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. കാരണം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസ് എല്ലാം പ്രഗ്നൻസി കഴിയുമ്പോൾ തന്നെ നോർമൽ ആ ഒരു ബാക്ക് ടു നോർമലിലോട്ട് മാറും. അതുകൊണ്ട് ആ വ്യത്യാസവും നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ. അതാണ് മുടിയിൽ സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താ പറയുക, വകച്ചിലിടുക എന്ന് പറയില്ലേ. നമ്മളൊരു ലൈൻ ഇട്ടിട്ടായിരിക്കും മുടി പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ മുടി കെട്ടുന്നത് നോർമലി. അല്ലാതെ പോണിറ്റൈലായിട്ട് കെട്ടുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് മുടി കെട്ടുമ്പോഴേക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആൻഡ്രോജനറ്റിക് അലോപാഷ്യ എന്ന് പറയുന്ന ബുദ്ധിമുട്ട്. ഇവിടെ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മുടെ ലൈൻസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഹെയർ ലോസ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഹെയർ ഗ്രോത്ത് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവുമെങ്കിലും നമ്മുടെ ലൈനിന് ചുറ്റുമായിട്ട് നമുക്ക് ആ മുടി കൊഴിയുന്നത് ഫീൽ ചെയ്യുക. ചിലപ്പോൾ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ആ ലൈൻസിനിടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് നല്ലതുപോലെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത്. കാരണം വകച്ചിലിടുമ്പോഴേക്കും എന്താ നമ്മുടെ തലയോട്ടി കാണാമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പ്രഗ്നൻസി കുറച്ചങ്ങോട്ട് മുമ്പോട്ടേക്ക് പോയപ്പോഴേക്കും ഭയങ്കര തിക്കായിട്ട് എൻ്റെ മുടി ഓൾറെഡി നല്ലപോലെ ലെങ്ത് ഉള്ള മുടിയായിരുന്നു. പക്ഷെ പ്രഗ്നൻസി ആയപ്പോഴേക്കും അത് കുറേയും കൂടി ഒന്ന് ലെങ്ത് വെക്കാനായിട്ട് തുടങ്ങി. നല്ല ഹെൽത്തി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ആ സൈഡ് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മുടെ ഹെയറിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഹെയർ ലോസ് ആണ്. ഒരുപാട് പേർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെങ്കിൽ മറ്റു ചില ആളുകൾക്ക് ആദ്യത്തെ 5 മാസം വരെ ഹെയർ ലോസ് ഉണ്ടാകും. ഹെയർ ലോസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മുടി പോകുന്നതല്ല, ധാരാളമായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടും. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മൾ സ്ട്രെസ്ഡ് ആകുന്ന നമ്മൾ നാച്ചുറലി ആവുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴേക്കും നമുക്ക് ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ സ്ട്രെസ് അനുഭവപ്പെടുമ്പോഴേക്കും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും ആദ്യത്തെ ഒരു 5 മാസത്തിൽ നമുക്ക് ഹെയർ ലോസ് നല്ലതുപോലെ അനുഭവപ്പെടാം കേട്ടോ. നോർമലി ഉണ്ടാകുന്നതിനേക്കാളും ഒരുപാട് കെട്ടുകണക്കിന് മുടി പോകുന്നത് പോലുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച്
കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ഈ പോയ മുടിയെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് മുടി വളരാനായിട്ട് തുടങ്ങും. ആ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി വരെയൊക്കെ ഓൾമോസ്റ്റ് നമുക്കുണ്ടാകും. അതിനുശേഷം പിന്നെ ആ ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴേക്കും ഗ്രാജുവലി നമ്മുടെ ആ ഒരു ഹെയർ ലോസ് അല്ലെങ്കിൽ നമുക്ക് ആ ഹോർമോൺസ് മൂലം ഉണ്ടായത്, അതിൽ നിന്ന് ഹോർമോൺസ് ഡൗൺ ആകുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തിനും അല്ലെങ്കിൽ ആ ഒരു വളർച്ചയും നമുക്ക് കുറയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് പല ഭാഗങ്ങളിൽ ശരീരത്തിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. PCOD ഉള്ള സ്ത്രീകൾക്കൊക്കെ അവരുടെ ഒരു താടിയുടെ ഭാഗത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. ചിലവർക്കൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർആംസിന്റെ ഭാഗത്ത് നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ നമ്മുടെ ആ ഒരു വജൈനയുടെ ഭാഗത്തുമൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. പ്രഗ്നൻസിയുടെ സമയത്തും അതുപോലെ തന്നെ പ്രഗ്നൻസി അല്ലാത്ത സമയത്തും നമുക്ക് ഇത്തരത്തിലുള്ള ഹെയർ ഗ്രോ ആകാറുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യാറ്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് കൂടുതലായിരിക്കും. ബാക്കിയുള്ള നോർമൽ ഏരിയാസിൽ നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിൽ ഹെയർ ഗ്രോ ആകുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് പാർട്സിലും നമുക്ക് ഹെയർ ഗ്രോ ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പലരും ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് വാക്സ് ചെയ്യുക എന്നുള്ളത്. പ്രഗ്നൻസിയുടെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു വജൈനയുടെ സ്കിന്നിലൊക്കെ കൂടുതലായിട്ടും ഹെയർ വരുന്നത് നമ്മൾ വാക്സ് ചെയ്ത് കളയാതിരിക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ആ ഒരു അകത്തേക്ക് കൂടുതൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും ഒക്കെ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആ ഹെയർ ഗ്രോത്ത് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ വാക്സ് ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്ടീരിയാസ് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അത് കാരണമാവുന്നു. പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിലോട്ടും വ്യാപിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ ഈ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. PCOD ഉള്ളവർക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള നമ്മൾ ശരീരത്തിന് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ കെയർ ചെയ്ത് പോകുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു മാറ്റം വിസിബിൾ ആകാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തുകൾ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ അത് ക്ലിയർ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം. ശരീരം പ്രോപ്പറായിട്ട് കെയർ കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.